നാവ് ചലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൂടായിരുന്നോ? കള്ളുകുടിച്ചും വ്യഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ കണ്ടും അസിരി ലോകത്തേക്ക് നോക്കിക്കൊണ്ടും നിന്റെ കണ്ണുകളെ, നിന്റെ നാവുകളെ മലീമസമാക്കാതെ ഈ നാവ് കൊണ്ട് നീ എത്ര പ്രാവശ്യം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയവനാണ്? അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അല്ലാഹു ചോദിക്കുക. അർത്ഥവത്തായ ചോദ്യമാണത്. നാവ് വലിയ വിഷയമാണ്. നാവ് കൊണ്ട് സ്വർഗത്തിലെത്താം, ഇതേ നാവ് കൊണ്ട് തന്നെ നരകത്തിലും പോകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. സ്വർഗത്തിൽ കടക്കാനുള്ള വഴി തേടിയ സ്വഹാബിയോട് റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ നാവ് അല്ലാഹുവിന്റെ ദിക്റിലായി, അവന്റെ സ്മരണയിലായി നനച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണേ, ദിക്ർ ചൊല്ലണേ, ഔറാദുകളിലേക്ക് മുഖരിതമാകണേ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയം അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കണേ. ഇത്രയും കാലം കളിച്ച് രസിച്ച് നടന്നു. 30, 40, 50, 60, 70 വയസ്സൊക്കെ ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കും. ഇനി എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കുക. ഇനി നമുക്ക് ആയുസ്സിലൊരു സമയം വേണം, ഒരു ടൈം ടേബിൾ. ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കുക, അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബുകൾ ശ്രദ്ധിക്കുക, ളുഹാ നമസ്കരിക്കുക, അവ്വാബി നമസ്കരിക്കുക, തഹജ്ജുദ് നമസ്കരിക്കുക, വിത്ർ നമസ്കരിക്കുക. ഇനി അങ്ങോട്ട് ഇബാദത്തായിട്ട് നിൽക്കുക. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. എന്തെങ്കിലും പറയാൻ തോന്നുകയാണെങ്കിൽ വേഗം തസ്ബീഹ് എടുത്തിട്ട് 10 ദിക്ർ ചൊല്ലിയേക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഒരു 100 ചൊല്ലിക്കും. എത്ര ഖൈറാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്തിരുന്നതാണ് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിക്കൂടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊരു സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ സുബഹിക്ക് ശേഷം 1 മണിക്കൂർ, അല്ലെങ്കിൽ മഗ്രിബ് ഇശായിനിടയിൽ. മലപ്പുറം ജില്ലയിൽ ഒരു ഉസ്താദിനെ എനിക്ക് പരിചയമുണ്ട്. 43 വർഷമായിട്ട് അയാൾ ദുനിയാവിൽ അദ്ദേഹം 43 കൊല്ലമായിട്ട് ഇശാ മഗ്രിബിനിടയിൽ സംസാരിച്ചിട്ടില്ല. 43 വർഷമായിട്ട് ദുന്യവയായ ഒരു സംസാരമില്ല. ഉള്ളി ദിക്ർ ഔറാദ് ഖുർആനോത്ത്. മഗ്രിബ് വിളിച്ച ജമാഅത്തായിട്ട് പള്ളിയിൽ നമസ്കരിക്കാൻ കയറും. ഇശായിൻ്റെ ജമാഅത്തും കഴിഞ്ഞ് അതിൻ്റെ വിത്ർ ഔറാദൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അതുവരെ ഒരു പണി, ഒരച്ചപ്പാടിൽ ഒരു പരിപാടി, വേറെ ഒന്നുമില്ല. ഖുർആനോത്ത് ദിക്ർ ഔറാദ്. ഇതിനിടയിൽ മക്കളുടെ മരണം നടന്നിട്ടുണ്ട്, പല കല്യാണങ്ങളും സൽക്കാരങ്ങളും എല്ലാം നടക്കട്ടെ. അള്ളാഹുമായിട്ട് നാളെ മഹ്ശറയിൽ പറയാൻ, അള്ളാഹു ഞാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നിന്നെ ഓർത്ത് നിന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ മാറ്റിവെച്ചതാണെന്ന് പറയാൻ 1 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 1 മണിക്കൂർ ഉണ്ടാവണം. ഞാൻ ചോദിക്കട്ടെ, 1 മിനിറ്റ് ഇക്കാലം അത്രയും ജീവിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും ആ മിനിറ്റ് ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് പറയാൻ 1 മിനിറ്റ് നമ്മുടെ ആയുസ്സിലുണ്ടായിട്ടുണ്ടോ ഇക്കാലം അത്രയും ദിവസത്തിൽ? ഇല്ല. നമ്മളെപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കുക, തോന്നുമ്പോൾ ദിക്റല്ല, അത്രേ ഉള്ളൂ. ഒരു നമസ്കാരം പോലും കറക്റ്റല്ല, ഒരു ദിക്ർ പോലും കറക്റ്റല്ല. എല്ലാ ദിവസവും മഗ്രിബ് കറക്റ്റായി നിസ്കരിച്ചിരുന്നവരാ. ഒരു കല്യാണം വന്നപ്പോൾ അയാൾ അങ്ങോട്ട് ഓടി. കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ? അല്ലാഹു ഇപ്പം അത് പറയാനാണ് സമയമില്ല. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം.
ആർക്കെവിടെയും നോക്കാം, രസിക്കാം, കടക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. എത്ര കറക്റ്റാണ് തഴവ ഉസ്താദിന്റെ വരികൾ. അള്ളാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. 29 വർഷം 30 കൊല്ലം പൂർത്തിയായി അവിടുന്ന് വഫാത്തായിട്ട് തഴവ ഉസ്താദ്. അതിനും 15 കൊല്ലം മുമ്പ് എഴുതി, ഏകദേശം 45 കൊല്ലം മുമ്പ് എഴുതി വെച്ചത് നമ്മുടെ നാട്ടിലേക്ക് നോക്കിയിട്ട് ഇന്നത്തെ കാലത്തേക്ക് നോക്കി എഴുതിയതുപോലെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പണമുള്ളതാകുന്ന ആളുകൾ പത്രാസ് കാണിക്കുന്ന സ്വന്തം മകളുടെ കല്യാണം വരുമ്പോഴാണ്. ഞാൻ വലിയ കാശുകാരനെന്ന് എങ്ങനെയെങ്കിലും അറിയിക്കണമല്ലോ. അതിന് ഒരു വഴിയാണ് വലിയ വണ്ടി എടുത്ത് നടക്കുക, വലിയ വീട് വെക്കുക. രണ്ടാമത്തതുള്ള വഴിയാണ് മകളുടെ കല്യാണം വരുമ്പോൾ 10,000 പേർക്ക് പന്തലൊരുക്കിയിട്ട് ഭക്ഷണം ഒരുക്കിയിട്ട് വിളിക്കുക. അവസാനം 5,000 പേർക്ക് തികഞ്ഞുള്ളൂ, ബാക്കി പേർക്ക് തികഞ്ഞിട്ടില്ല. അങ്ങനെ എത്ര കല്യാണം ഭക്ഷണം തികഞ്ഞിട്ടില്ല. വലിയ പത്രാസ് കാണിച്ചിട്ട് നാട്ടുകാർ എല്ലാം ബൊഫേ പരിപാടിയാണ്. വന്ന് നിന്നിട്ട് അങ്ങോട്ട് മെന്നെ ആർമാദിച്ച് പോവുക. പച്ച കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ്, അത് ഇത് എല്ലാം. 80 കഴിഞ്ഞ വല്യപ്പായ വള്ളി നിക്കറടിയിച്ചിട്ട് പെരയുടെ മുകളിൽ നിർത്തിയിരിക്കുക, യോയോ കാണിച്ചുകൊണ്ട് ഇരിക്കുക. ഇപ്പം ചാകും. അടുത്ത ദിവസം കീഴ്പ്പയ്യൊരു മഹല്ലിൽ കൊണ്ട് അടക്കേണ്ടതാണ്. എന്നാലും പുള്ളിക്ക് ഒരു വള്ളി നിക്കർ ഇട്ട് കൊടുത്ത് 3/4 ഇട്ട് കൊടുത്ത് പുള്ളിയെ നിർത്തിയിരിക്കുക. പ്രായമുള്ള ആളുകൾ പോലും എതിർക്കുന്നില്ല. മഹല്ലിൽ നടക്കുന്നതാകുന്ന തെമ്മാടിത്തരങ്ങളെ എതിർക്കാൻ മഹല്ലിലേതാകുന്ന ആളുകൾ തയ്യാറാകുന്നില്ല. മഹല്ല് ശക്തമായ തീരുമാനം വിഷയത്തിലെടുക്കണം. തീരുമാനം എടുത്താൽ മാത്രം പോരാ, നടപ്പിലാക്കണം. അത്തരത്തിലുള്ള കല്യാണങ്ങൾ നടപ്പാൻ പറ്റൂല എന്ന് ശക്തമായൊരു തീരുമാനം ഏർപ്പെടുത്തുകയും ആരെങ്കിലും ആഭാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി അവരെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കുകയും വേണം. അതൊക്കെ അനിവാര്യമാണ്, നിർബന്ധമാണ്. ദീനിന്റെ വിഷയത്തിലുള്ള ശത്രുതൊന്നും പ്രശ്നമല്ല. ദീനിന്റെ വിഷയത്തിൽ അള്ളാഹു നമ്മളെ സാലിഹീകൾ ചെറുക്കുമാറാവട്ടെ. പറഞ്ഞിട്ടും കേൾക്കാത്ത ആളുകളാണ് പിന്നെ എന്ത് ചെയ്യും? എത്ര ആളുകളാണ് പണം കൊണ്ട് ആഭാസം കാണിക്കുന്നത്, തോന്നിവാസം കാണിക്കുന്നത്. ഇതിപ്പോൾ സ്വർണത്തിന് വില കൂടി ഇപ്പോഴും ചിലർ സങ്കടം പറയുന്നത് മകളെ ഇനി എങ്ങനെ കെട്ടിക്കുമെന്നാണ്. ഇനി ഈ മഹർ കൊടുക്കാനും ഈ സ്വർണ്ണമൊക്കെ ഇത്ര വലിയ മൂല്യമാക്കിയതാരാ? സഹോദരങ്ങളെ, വെള്ളിയാണ് യഥാർത്ഥത്തിൽ മഹറിന് വേണ്ടത്. വെള്ളി കൊടുക്കലാണ് സുന്നത്തുമുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. നമ്മളാണ് ഈ വിവാഹ മൂല്യമൊക്കെ കൂട്ടിയത്. 5 പവൻ കൊടുത്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ 3 ആക്കി. കാരണം എന്താ? പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സാധനத்தைയും കൂടെ കുറച്ച് നമ്മൾ തന്നെ പ്രയാസമാക്കുന്ന ജീവിതം നമ്മൾ തന്നെ കൊണ്ടുവന്നു. ഒരു വിരുന്ന് സൽക്കാരം നടത്തുന്നു, എല്ലാം നമുക്ക് വേണം. അങ്ങനെയാണല്ലോ, മട്ടൻ വേണം, കുട്ടൻ വേണം, ചിക്കൻ വേണം, അത് വേണം, ഇങ്ങനെ ഇല്ല. എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് തന്നെ ഒരു മാനസിക വെറുപ്പാണ്. നമ്മൾ പറയും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ എന്ന് നമ്മളിങ്ങനെ പറയാം. കാരണം നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കടയിലുള്ള കോഫി, ചായ, ഇടിയപ്പം, പൊറോട്ടി, പത്തിരിയപ്പം, ദോശ, ഇറച്ചി, മുട്ടറോസ്, കിഴങ്ങര്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖയും പോലും അപ്പടപൊളി, ജിലേബി, അൽപൂരി എല്ലാം കയറണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മുടെ മനസ്സിൽ തന്നെ വെപ്രാളാണ്. പടച്ചവൻ ഇതൊന്നും ഇല്ലല്ലോ എന്ന്. ആണോ അല്ലയോ? അങ്ങനെ ആയിപ്പോയി. പണ്ടങ്ങനെ അല്ലല്ലോ. സർക്കാരം നമ്മളെ കൊണ്ട് ഒതുങ്ങുന്നത് കൊക്കിലൊതുങ്ങുന്നതായിരുന്നു. നമ്മളിപ്പോൾ ഇന്നത് വിശാലവൽക്കരിച്ചു, വിശാലമാക്കി. അപ്പം എല്ലാത്തിനും നമുക്കെന്തായി കുടുസായി തുടങ്ങി. ഇനിയൊരു സാമ്പത്തിക ഞെരുക്കം നമുക്ക് വരും. ഇമാം മഹ്ദി റളിയല്ലാഹുവിന് വരുന്നതിന് മുമ്പ് ഒരു വലിയ ഞെരുക്കം ഈ ഉമ്മത്തിനുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അൽ ഖനാഅതു, ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതമാണ് വേണ്ടത്. ആ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇപ്പോൾ ഒരു വിശാലത ഉണ്ടല്ലോ. ഇപ്പോൾ ദുനിയാവ് നമുക്കിങ്ങനെ വാരിപ്പുണർന്ന് അല്ലാഹു തരികയാണ്. ഇതൊരു പിടുത്തം വരും. ഈ പിടുത്തപ്പെട്ട് അവസാനം ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട് സാമ്പത്തികമായി ഞെരുക്കത്തിൽ അമർന്നു നിൽക്കുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കടന്നുവരവ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. യഹ്സിൽ മാല ഹസിയൻ ലാ യഉദ്ദുഹു അദ്ദാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇമാം മഹ്ദി റളിയല്ലാഹു വന്നു കഴിയുമ്പോൾ പിന്നെ ഇസ്ലാമികമാകുന്ന ഭരണത്തിലേക്ക് വരികയാണ്. ആ സമയത്താണ് പ്രിയമുള്ളവരെ അദ്ദേഹം സമ്പത്ത് യഹ്സിൽ മാല ഹസിയൻ, പൈസ ഇങ്ങനെ വാരി വിതറും. കണക്കൊന്നും നോക്കൂല. ഒരാൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടം പോലെ കൊടുക്കാൻ. ലാ യഉദ്ദുഹു അദ്ദൻ, എണ്ണുന്ന പരിപാടിയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യുഗത്തിലേക്ക് ഇനി പോകാൻ പോവാണ്. അതിനു മുമ്പ് ഒരു പിടുത്തം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവണമല്ലോ. എന്തായാലും വരും. പല രീതിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മുമ്പത്തെ പോലെയല്ല. പൈസ ഒന്നും ഇത്ര ലക്ഷം രൂപ കയ്യിൽ വെക്കാൻ പറ്റൂല. അഥവാ കൈ വെച്ചാൽ അതിന് കണക്ക് കാണിക്കണം. ഇത്ര ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഒറ്റയടിക്ക് ഇടാൻ പറ്റൂല. അങ്ങനെ വെച്ചാൽ അതിന് കണക്ക് കാണിക്കണം, IT ഫയൽ ചെയ്യണം. ഇത്ര ലക്ഷം രൂപയുടെ ഫണ്ട് 10 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം എടുക്കാൻ പറ്റില്ല, ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കണക്ക് കാണിക്കണം. ഇങ്ങനെ തുടങ്ങി എല്ലാ ക്രോസും വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. ഇപ്പൊ പൈസയുടെ വന്നു, ഇനി അത് സ്വർണത്തിൽ വരും.
പിടുത്തം വരും. സ്വർണ്ണം ഇത്ര സൂക്ഷിക്കാൻ പറ്റൂല, ഇത്ര സൂക്ഷിച്ചിട്ടുള്ളവർ അത് ഇത്ര കണക്ക് കാണിക്കണം, അടുത്ത നിയമം വരും. ഇതൊന്നും വരാൻ വേണ്ട. വൈകുന്നേരം 8:30 ആകുമ്പോൾ പ്രതീക്ഷ വേണം, ഏതെങ്കിലും ഒരു ദിവസം കയറി വരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നേരെ ഇരുണ്ട് വെളുക്കൊന്നും വേണ്ട, ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഓരോന്ന് വരിക നിയമങ്ങൾ. ഇത് വരുമെന്നാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ പല പ്രശ്നങ്ങളും കുടിസുകളും ഉമ്മത്തിന് വരും. ഇത് തീർന്നു എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നീണ്ടു വരും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് സമ്പത്തിട്ട് ദൂർത്തടിക്കണ്ട. ഇളാഅത്തുൽ മാൽ, സമ്പത്ത് ആവശ്യമില്ലാതെ പാഴാക്കുന്ന പരിപാടി അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇന്ന് ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ്. ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുക, ആവശ്യമില്ലാത്ത ചെലവുകൾ, ദുർവ്യയം വല്ലാതെ കൂടുതലാണ് ചെലവുകൾ. അത് മഹല്ലിലെ ഓരോ അംഗങ്ങളും അത് ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. വീട്ടിൽ ചെലവുകളൊന്ന് എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോഴാണ് ചെലവിൻ്റെ തുകകൾ മാസത്തിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു ബുക്ക് വാങ്ങിച്ചിട്ടൊന്ന് എഴുതണം. ഓരോ ദിവസവും ചെലവഴിക്കുന്ന പൈസ മക്കളാരെങ്കിലും ഏൽപ്പിച്ചാൽ മതി. ബാപ്പ മൊബൈലിനകത്ത് കറക്റ്റ് ചെയ്ത് വെക്കുക. വൈകിട്ടാകുമ്പോൾ മക്കളോടൊന്ന് പറയുക, മോളെ ഇന്ന സാധനങ്ങൾ ഇന്ന സംഭവം ഒന്ന് എഴുതി വായിക്കും. ഒരു മാസത്തെ ബില്ല് എത്രയാണെന്ന് അപ്പോഴറിയുക. ഇത് നല്ല സുഖമുണ്ടല്ലോ. രാവിലെ മുതൽ ചിലവഴിക്കുന്ന ഇങ്ങനെ പോകുന്നു. എത്രയാണ്? 3000 അവിടെ കൊടുത്തു, 5000 അവിടെ കൊടുത്തു, 1000 അവിടെ കൊടുത്തു, 500 അവിടെ കൊടുത്തു. എത്രയാണെന്ന് ഒരു കണക്കുമില്ല. ഇതൊന്ന് എഴുതി വെച്ച് ഒരു മാസത്തെ ചെലവ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ സാധാരണ പറയും ഇത്ര രൂപ അത്ര രൂപ ഒന്നും അല്ല, അതിന് മുകളിൽ പോകുന്നുണ്ട്. പല ചെലവുകളും പാഴായിട്ടുള്ള ചെലവുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലയോ, അവസാന കാലഘട്ടമാകുമ്പോൾ ലോകത്തുള്ളതാകുന്ന സർവരും മുസ്ലിമിനെതിരെ തിരിയുമത്രേ. യൂശിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽകിലതു ഇലാ ഖസാതിഹാ. മനോഹരമാക്കപ്പെട്ട ഭക്ഷണ തലികയിലേക്ക് വിശന്നു വലഞ്ഞ ആളുകൾ കൈനീട്ടിക്കൊണ്ട് ഭക്ഷണം വാരി വലിച്ച് തിന്നാൻ തുനിയുന്നത് പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ ആളുകൾ കടന്നു വരുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് നബി തങ്ങൾ പറഞ്ഞത് ഇന്ന് വ്യക്തമായിട്ട് പുലർന്നില്ലയോ? 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടു പോയ മക്കളുടെ കണക്ക് എത്രയാ? 20,000-ത്തിലും അധികം മക്കളാണ് കഴിഞ്ഞ 23 മാസങ്ങളായി മരണപ്പെട്ടു പോയത്. ഈ വരുന്ന ഒക്ടോബർ 7 എത്തുമ്പോ അല്ലാ 2 വർഷം പൂർത്തിയാവുകയാണ്. 23 മാസങ്ങളിലായി 70,000-ത്തിലധികം ആളുകളാണ് മരണപ്പെട്ടു പോയെന്ന് വാഷിംഗ്ടൺ പ്രസ് തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നെങ്കിൽ അതിൽ തന്നെ 20,000-ത്തോളം വരുന്നത് 10 വയസ്സിൽ താഴെയുള്ള മക്കളാണ്. അതിൽ തന്നെ 1000-ത്തിലധികം മക്കളുള്ളതോ ചെറിയ മക്കളാണ്, 1 വയസ്സിൽ താഴെയുള്ളതാകുന്ന മക്കളാണ്. വാപ്പയുടെ തോളിൽ ചാഞ്ഞു കിടന്ന് ഉറങ്ങുമ്പോ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് നുകർന്നുകൊണ്ടിരിക്കുമ്പോ ബോംബിട്ടുകൊണ്ട് കൊല്ലുകയാണ്. അതാ ആ കാണുന്ന സ്ഥലത്ത് ഭക്ഷണമുണ്ടെന്ന് പറഞ്ഞ് അഭയാർത്ഥി ക്യാമ്പിൽ വിശന്ന് വലഞ്ഞുകൊണ്ട് മരകൂച്ചുന്നതാകുന്ന ചൂടിൽ പ്രയാസപ്പെടുന്ന സമയത്ത് വന്നുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോ പട്ടിണി കിടക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, അവിടെ അതാ ഭക്ഷണം വിളമ്പുന്നുണ്ട്. ക്യൂ നിൽക്കുന്ന മക്കൾ ഓടുകയാണ് അവിടേക്ക്. വേച്ച് വരുന്നതാകുന്ന പടുവൃദ്ധന്മാരടക്കം ആ ക്യൂവിൽ നിർത്തിയിട്ട് ക്രൂരമായി വെടിവെച്ച് കൊല്ലുകയല്ലേ. IFS-ൻ്റെതാകുന്ന പ്രവർത്തകരുടേതാകുന്ന നൃത്തനിരങ്ങുകൾ ഇന്ന് ടിക്ടോക്കിൽ വൈറലാണ്. അഥവാ ജൂതരാകുന്ന ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ നരനായാട്ട് എത്രത്തോളം ആഭാസമെന്നറിയുമോ? പാവപ്പെട്ട ഫലസ്തീനി മക്കളെ ബലാത്സംഗം ചെയ്ത് അവരെ കൊന്നുകളഞ്ഞിട്ടോ, അവരെ ബലാത്സംഗം ചെയ്തിട്ടോ, അവരുടെ അടിവസ്ത്രം ഊരിയെടുത്തിട്ട് അത് തലയിലിട്ടുകൊണ്ട് നൃത്തനരങ്ങുകൾ നടത്തുന്നതാകുന്ന ജൂതന്മാരാകുന്ന അവിടുത്തതാകുന്ന പയ്യന്മാരുടെ സൈന്യത്തിന്റെ ടിക്ടോക്കിൽ വൈറലാണ്. അവരുടെ നൃത്തനരങ്ങുകൾ ഇന്ന് ലോകം മുഴുവനും കാണുകയാണ്. അല്ലാ എത്ര ഭീകരമായ രംഗമാണ്. നമ്മളിവിടെ കുടിച്ച് രസിക്കുകയാണ്, കളിച്ച് രസിക്കുകയാണ്. കേവലം നമ്മൾ ഒരു ഐക്യദാർഢ്യത്തിന്റെ സദസ്സ് നടത്തി കേവലം ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് മാറി നിന്നാ പോരെ മുസ്ലിമേ. നമ്മുടെ ഹൃദയത്തിൽ ഈമാനികമാകുന്ന പരിവേശമുണ്ടാവണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിതത്വം കടന്നു വരണേ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മിതത്വം വരണേ. നമ്മൾ ജീവിക്കുന്ന അതേ സമയത്ത് തന്നെ
തന്നെ ഫലസ്തീന മക്കൾ പട്ടിണിയിലൂടെ പ്രയാസപ്പെടുമ്പോൾ സുഭിക്ഷതയിൽ ആറാടാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ മക്കൾ വിഭവസമൃദ്ധമാകുന്ന ഭക്ഷണം കഴിച്ച് വില കൂടിയ വാഹനങ്ങൾ കറങ്ങി നടക്കുന്നു, പെട്രോളും ഡീസലും കത്തിച്ച് കളയുന്നു, വൈദ്യുതികൾ പാഴാക്കി കളയുന്നു. ചെലവെങ്കിലും ഒന്ന് ചുരുക്കി ജീവിക്കാൻ ഈ ഉമ്മത്തൊന്ന് തയ്യാറാകണേ. പച്ചക്കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം എന്ന് വേണ്ട കല്യാണത്തിൻ്റെ ദിനരാത്രങ്ങളോടനുബന്ധിച്ച് 4-5 ദിവസങ്ങൾ രാപ്പകലുകളായിട്ട് നടക്കുന്ന ആഭാസങ്ങൾ ഈ ഉമ്മത്തി എന്നാണ് അറുതി വരുത്തുന്നത്. അവസാനം അതാ പുതിയ ആപ്പിളയും പുതിയ വണ്ണം കൊണ്ടുവരുന്നത് JCBയിൽ കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുവരുകയാണ്. ആരാണിത് നിങ്ങൾക്ക് പകരം നൽകിയത്? ഏത് പ്രവാചകന്റെ അനുയായിയാണ്? എന്തിനാണ് നീ നബിദിനാഘോഷം നടത്തുന്നത്? പ്രവാചകന്റെ പേരിൽ തോരണം കെട്ടി കൂക്കുന്നവർ, പ്രവാചകന്റെ പേരിൽ മദ്ഹ് ആലപിക്കുന്നവർ, ആദ്യം പ്രവാചകരുടെ ജീവിതം ഒന്ന് കൊണ്ടുവരണേ. റസൂലുള്ള കാണിച്ചു തന്ന പ്രവർത്തനമാണോ? എത്ര ആഭാസകരമാകുന്ന പ്രവർത്തനമാണ് ഈ ഉമ്മത്തി ഏറ്റെടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ മൗലിദ് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. റസൂലുള്ളാഹിന്റെ പ്രകീർത്തനത്തിന്റെ സദസ്സുകൾ വളരെ ഔഷധമുള്ളതാണ്. അത് കുടുംബജീവിതത്തിന്റെ ബറക്കത്തിന്റെ നിദാനമാണ്. അത് ബഹുമാനപ്പെട്ട തലവാ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകത്തെ പഠിപ്പിച്ചതാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. അഹ്ലുസുന്നയുടെ പ്രവർത്തകരാണെന്ന് കേവലം പേര് മാത്രം കൊണ്ട് കാര്യമില്ല. ജീവിതത്തിലേക്ക് പ്രവാചകരെ സ്നേഹിച്ചുകൊണ്ട് മൗലിദിന്റെ സദസ്സുകൾ നടത്താൻ തയ്യാറായിട്ടുള്ള മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ? റബീഉൽ അവ്വലിന്റെ വസന്തത്തിന്റെ മാസമാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. ഇതാ പ്രവാചകരുടെ നബിദിന ആഘോഷമാണ് കഴിഞ്ഞിട്ടുള്ളത്. നബിദിന ആഘോഷമാണ് കഴിഞ്ഞത്, നബി ആഘോഷം കഴിഞ്ഞിട്ടില്ല. നബിദിന ആഘോഷമാണ് കഴിഞ്ഞത്, നബി ആഘോഷം നമ്മൾ അസ്തമിച്ചിട്ടില്ല. റസൂലുള്ളാഹിയെ പാടി പുകഴ്ത്തണ്ടേ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിക്കൊണ്ട് വീടുകൾ ബറക്കത്തുണ്ടാവണ്ടേ. എല്ലാ കള്ളന്റെ ഫിത്നകളും ഒഴിവാകും, കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിന് തൊട്ട് ഒഴിവാകും. നമ്മൾക്കെതിരെ മാരണം ചെയ്യുന്ന, കൂടോത്രം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് സംരക്ഷണമാണ്. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് പരിപൂർണമായ കാവലാണ് അള്ളാഹു നൽകുക എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ. പക്ഷേ ഈ പ്രകീർത്തനത്തിന് സദസ്സുകൾ നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം, പ്രിയപ്പെട്ടതാകുന്ന ഫലസ്തീന മക്കൾ ഓർക്കാറുണ്ടോ? 5 വഖത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കാത്തവർ നമ്മുടെ കൂട്ടിലില്ലേ? പഠിച്ചു വെക്കണേ. 178 പള്ളികളാണ് ഫലസ്തീന മക്കൾക്ക് തകർക്കപ്പെട്ടു പോയത്. തകർക്കപ്പെട്ട ജമാഅത്തുകളുടെ പള്ളിയുടേതാകുന്ന മിനാരത്തിന്റെ താഴെ ഇരുന്ന് മേലെ ആകാശത്തൂടി വട്ടമിട്ട് പറക്കുന്നതാകുന്ന ബോംബ് വർഷിക്കുമെന്ന് കരുതുന്ന ഹെലികോപ്റ്ററുകൾ ഇസ്രായേലി ഭീകരർ നടക്കുമ്പോൾ പോലും അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ യാതൊരുവിധ മടിയുമില്ലാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറിന്റെ മന്ത്രധ്വനിയുമായി നമസ്കരിക്കാൻ നിൽക്കുന്ന ഫലസ്തീനികളെ എങ്ങനെ മറക്കാൻ പറ്റും? അവരൊരു വഖത്ത് പോലും നമസ്കാരങ്ങളെ പാഴാക്കുന്നില്ല. ഇത്രയേറെ പ്രതിസന്ധിയിലൂടെ കഴിയുന്ന ജീവിതമുണ്ടായിട്ട് പോലും കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായ യുദ്ധത്തിന്റെ മുഖത്താണ്. എന്നിട്ടും ഒരു നമസ്കാരങ്ങളെ പാഴാക്കുന്നില്ല. ഒരു വഖത്ത് പോലും ജമാഅത്തായി നമസ്കരിക്കാതിരിക്കുന്നില്ല. ജുമുഅയ്ക്ക് വേണ്ടി ഖതീബ് ഒരുമിച്ച് കൂടിയിട്ടുള്ള സമയത്ത് പറഞ്ഞ ഡയലോഗ് ഈ ഉമ്മത്ത് കേട്ടതല്ലേ? എനിക്കൊരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഖുതുബ നീട്ടുന്നില്ല, കാരണം എനിക്ക് വിശപ്പാട് വല്ലാത്ത പ്രയാസമാണ്. നിങ്ങളോ, നിങ്ങൾക്ക് ഖുതുബ കേട്ടുകൊണ്ടിരിക്കാനും പറ്റുന്നില്ലല്ലോ. വിശപ്പിന്റെ കാഹളത്താൽ ഖുതുബ ഞാൻ ചുരുക്കുന്നു. അഖ്മിസ്സലാ
അഖിമിസ്സലാ, നമുക്കിനി ജുമുഅ നമസ്കരിക്കാമെന്ന് പറഞ്ഞ് പട്ടിണിയും പ്രയാസത്തിലൂടെയും ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ പോലും മരിക്കുന്നത് റബ്ബിന്റെ മുന്നിൽ കടന്ന് സുജൂദിലായി മരിക്കട്ടെ എന്ന ചിന്തയിൽ ഒരു വഖത്ത് പോലും നമസ്കാരത്തെ പാഴാക്കാതെ ജുമുഅയ്ക്ക് വേണ്ടി ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സാധുക്കളായ ഫലസ്തീനി മക്കൾ, അല്ലാഹുവേ അവരുടെ ഈമാൻ ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ, അവരെ നീ സ്വീകരിക്കണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയതാകുന്ന 70,000-ൽ പരം ആളുകളുണ്ട്. അവർക്ക് നീ പരിപൂർണമായ ശുഹദാക്കളുടെ പ്രതിഫലം നസീബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മരണം മുന്നിൽ കണ്ട് നിൽക്കിൻ, അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയുണ്ടാവേ. ഫലസ്തീന മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ഒന്നുമില്ല, ഞങ്ങൾ സ്വർഗം ആഗ്രഹിച്ച് നടക്കുകയാണ്. ചെറിയ മക്കൾക്ക് പോലും സ്വർഗത്തെ കൊതിച്ച് നടക്കുന്ന ആളുകളായി മാറി. കാരണം എന്തുകൊണ്ട്? മരണം മുന്നിൽ കണ്ടാണ് അവർ ജീവിക്കുന്നത്. നമുക്കെല്ലാം സുഭിക്ഷതയുമുണ്ട്, നമുക്കുള്ളതുപോലെ അവർക്കുണ്ടായിരുന്നു. 2 കൊല്ലം മുമ്പ് വീടുണ്ട്, കാറുണ്ട്, വാഹനമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, വലിയ കുടുംബം, വലിയ ഐശ്വര്യപൂർണമായ ജീവിതം. ഒക്കെ തകർക്കപ്പെട്ടു. തകർക്കപ്പെട്ടതാകുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ ഇന്നും ജീവനവശേഷിക്കുന്ന തുടിക്കുന്ന ആളുകളുണ്ട്. ഒക്കെ എടുക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി നിൽക്കുന്ന സമയത്ത് വീണ്ടും ബോംബ് വർഷിക്കാൻ ഓടിക്കോ. ആളുകൾ ഇങ്ങനെ ഓടുക, ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നതാകുന്ന മക്കളിൽ തന്നെ കൈയില്ല, കാലില്ല, ശരീരത്തിന്റെ പല അവയവങ്ങളുമില്ല, അംഗവൈകല്യം സംഭവിക്കപ്പെട്ട ധാരാളം മക്കൾ. അല്ലാഹു അവർക്കൊക്കെ പരിപൂർണ്ണ ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ പ്രതിഫലം അല്ലാഹു നസീബാക്കട്ടെ. നാളെ മഹ്ശറിലെത്തുമ്പോൾ അവരെ കണ്ടിട്ട് നമ്മൾ ഓരോരുത്തരും വരെയും, അല്ലാഹുവേ ഞാനൊരു ഫലസ്തീനി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തുകൊണ്ട്? ഏറ്റവും ഉന്നതമായ പ്രതിഫലം കിട്ടുക ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ബലാ മുസീബത്തുകൾ നിറഞ്ഞവർക്കാണ് നാളെ പ്രതിഫലം ലഭിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന അളമൽ ജസാഇ മഅളമിൽ ബലാഇ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. വർണ്ണമായ പ്രതിഫലം നാളെ കിട്ടണോ? ദുനിയാവിൽ ബലാ ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമ്പോൾ, ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, മക്കൾ മരിക്കുമ്പോൾ, ഭർത്താവ് മരിക്കുമ്പോൾ, കുടുംബത്തിൽ അനാഥം പേറുന്നത് പോലെ കഴിയുമ്പോൾ, കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നിന്നെ ഒറ്റപ്പെടുത്തി അസൂയയോടുകൂടി നിന്നെ കണ്ടുകൊണ്ട് നിലകൊള്ളുമ്പോൾ നീ വിഷമിക്കേണ്ടതില്ല. നിനക്ക് റബ്ബുണ്ട്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹ് മതി എനിക്കെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിലുണ്ടാവണം. നിന്നെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്, അവനെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. നിന്റെ അയൽവാസികളെ, നിന്റെ ബന്ധുമിത്രാദികളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, ലോകത്തുള്ള സർവരെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു, ആ റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ നിന്റെ മനസ്സ് തുടിച്ചോ എങ്കിൽ നീ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം, ഇത്രയും കാലം നമ്മൾ കളിച്ചും രസിച്ചും കഴിഞ്ഞുപോയി, ഇത് വെറുതെയുള്ള ജീവിതമല്ല എന്ന് തിരിച്ചറിയൻ. ലക്ഷ്യം മറന്നവനായി പോകാതെ ലക്ഷ്യത്തിലേക്ക് ഓടിൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നവർഗത്തെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹ് തന്നെ പറയാൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാകിൽ സുബഹിയുടെ ജമാഅത്ത് പുരുഷന്മാർ ശ്രദ്ധിക്കൻ. സുബഹി അടക്കമുള്ള എല്ലാ വഖത്തുകളും അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന ശീലമുണ്ടാവട്ടെ. കാരണം നിസ്കാരമാണ് ഒരു മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി, അലാമത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഹിതമാക്കപ്പെട്ട ഈ ആരാധന നിർവഹിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സമയങ്ങളിൽ ഒരു സമയത്തെ അള്ളാഹുവിന് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ച് പരലോക നന്മയ്ക്ക് വേണ്ടി ഗുണകാംക്ഷയായി പ്രവർത്തിച്ചുകൊണ്ട് നിലകൊള്ളിൻ. അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കാൻ, കുടുംബ ബന്ധങ്ങൾ ഐക്യപ്പെടുത്തിൻ, സാമൂഹ്യ ബന്ധങ്ങളെ ചേർത്ത് നിർത്തിൻ. നമ്മൾ ഒരാളെയും വെറുക്കണ്ട. പഴയ സ്നേഹം നമുക്കുണ്ടാവണം. ജോസഫിനെ നമ്മൾ സ്നേഹിച്ചതുപോലെ, ക്രൈസ്തവനാകുന്ന ജോസഫിനെ സ്നേഹിച്ചതുപോലെ, നാരായണൻ എന്ന് പേരുള്ളതാകുന്ന ഹൈന്ദവനെ സ്നേഹിച്ച പോലെ, ഇബ്രാഹിം എന്ന് പറയുന്ന മുസൽമാനെ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാൻ ആ പഴയകാല സൗഹൃദത്തിലേക്ക് നമ്മൾ വരട്ടെ. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈര്യമില്ലാത്ത നല്ല ഒരു നാള് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ലോകത്തുള്ള സർവരും മുസ്ലിമിനെ ആക്രമിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു കാലഘട്ടം വരും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയോട് ചോദിച്ചു, നബിയെ അമിൻ ഖില്ലത്തിൻ നഹരി യൗമഇദിൻ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? സഹാബത്തിന്റെ ആശങ്കയാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ ബൽ അൻതും കസീറുൻ, 50 ദശലക്ഷത്തിലധികം സൈന്യമുണ്ട് ഇന്ന് മുസൽമാന്.
ലോകരാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തുർക്കിയും സൗദിയും UAE അടക്കം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലൂടെയുള്ളതാകുന്ന സൈന്യവ്യൂഹങ്ങൾ 50 ദശലക്ഷത്തിലധികമുണ്ട്. പക്ഷേ മുസൽമാൻ ചേർന്ന് നിൽക്കില്ല, ഭിന്നിച്ച് നിൽക്കാൻ. ഇങ്ങനെ നിൽക്കാനുള്ള കാരണം നബി തങ്ങൾ പറഞ്ഞു, വലാകിന്നകം ഗുസാഉൻ കഗുസാഇ സൈൽ, മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്ന കേവലം വേസ്റ്റാണ് നിങ്ങൾ, ചണ്ടികളാണ്. നബി തങ്ങളുടെ വാക്കാണ്. നബി തങ്ങൾ പറഞ്ഞു, കാരണം എന്തെന്നറിയുമോ? വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുബികുമുൽ മഹാബത മിൻകും, നിങ്ങൾക്കുള്ളതാകുന്ന ഒരു വഖാർ. മുസ്ലിമിനെ കാണുമ്പോൾ മറ്റ് അന്യസമുദായക്കാർ അവരുടെ മുണ്ടഴിച്ചിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൂപ്പി നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നിങ്ങളെ ബഹുമാനിച്ചിരുന്നത് അത് അള്ളാഹു എടുത്തു കളഞ്ഞിരിക്കാൻ. നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള ഭയപ്പാടും ഒക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു എടുത്തു മാറ്റി. എന്നിട്ടോ വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ വഹനിനെ അള്ളാഹു ഇട്ടു തന്നിരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, അതെന്താണ് നബിയെ വഹൻ? ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും ആക്രമിക്കാൻ ഉതകുന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ മുഴുവനും തയ്യാറാകുന്നു. ഇന്ത്യ രാജ്യത്ത് തന്നെ മുസ്ലിമീങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങളെ ധ്വംസിക്കപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു. വഖഫിൻ്റെതാകുന്ന കമ്മിറ്റിയിലേക്ക് അമുസ്ലിമീങ്ങളെ കൊണ്ടുവരാമെന്നുള്ള നിയമം സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച പാസ്സാക്കിയിരിക്കാൻ. ഇനി മുതൽ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നത് വഖഫിൻ്റെ കമ്മിറ്റിയിൽ ആരുണ്ടാകും? അമുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ദേവസ്വം ബോർഡുണ്ട്, അതുപോലെ തന്നെ ക്രൈസ്തവരുടേതാകുന്ന ദേവാലയങ്ങളെ പരിരക്ഷിക്കുന്നതാകുന്ന സംഘടനകളുണ്ട്. അതിലൊന്നും മുസൽമാൻ വേണമെന്ന് പറയുന്നില്ല, അങ്ങനെ ഉണ്ടാവാനും പാടില്ല. ഓരോ മതത്തിനും അവരുടേതാകുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ബോർഡ് അതാത് മതങ്ങളുടെ ആശയാദർശങ്ങളുമായി നിൽക്കുന്നവരാണ്. മുസ്ലിമിൻ്റെതാകുന്ന ന്യൂനപക്ഷൻ്റെ ഈ വിഷയത്തിൽ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് അവരോടുള്ളതാകുന്ന കാടത്തെ നിയമമാണെന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് എത്താനുള്ള കാരണം എന്തെന്നറിയുമോ? ഹുബ്ബുദ്ദുന്യാ വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വിരക്തിയും ദുന്യാവിനോടുള്ള അമിതമായ പ്രേമവുമാണ് ഈ ഉമ്മത്തിനെ ഇങ്ങനെ എത്തിച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബിയുടെ വാക്കാണ്, 1400 വർഷം മുമ്പ് പറഞ്ഞത്. ശരിയല്ലേ? ഇന്നിപ്പോൾ ഇരിക്കുന്ന മജ്‌ലിസിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും 1000 രൂപയുടെ കയ്യിലോട്ട് കിട്ടിയാൽ അത് 2000 ആക്കാൻ മത്സരിക്കാൻ ഓടുകയാണ്. ദുന്യാവിനോടുള്ള അമിതമായ ഭ്രമമാണ്. 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവർ മൈജിയിലെ ഷാജിഖാന്റെ വീട് കണ്ടപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് കൂടി വെച്ചിട്ട് മരിച്ചാൽ മതി എന്ന ചിന്തയിലേക്ക് നമ്മൾ പോയി. ആണോ അല്ലയോ? മുപ്പറ വീട് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അതും കൂടെ കണ്ടിട്ട് റാഹത്തായിട്ട് അതുപോലൊരു വീട് വെച്ചിട്ട് മരിച്ച നമുക്കൊന്നും അള്ളാഹു അത് തന്നില്ലല്ലോ എന്നുള്ള ഈ ഒരു ദുഃഖമാണ് പറയുന്നത്. നമ്മൾ നോക്കേണ്ടത് ഒന്നൂറുയില അസ്ഫല മിൻകും, നിങ്ങളിൽ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി വലാ തൻദുറു ഇലാ മൻ ഫൗഖക്കും, നിങ്ങളുടെ മുകളിലുള്ളതാകുന്ന സ്റ്റേജിലുള്ളവരിലേക്ക് നോക്കരുത് ദുനിയാവിൻ്റെ വിഷയത്തിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആഖിറത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എങ്ങോട്ട് നോക്കണം? നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കണം. അയാളുടെ നിസ്കാരം, അയാളുടെ ഖുർആനോത്ത്, അവിടെ എല്ലാവരും നോക്കുക താഴോട്ട്. നമ്മൾ നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ടല്ലോ, മറ്റവൻ അത്രത്തോളം പോകുന്നില്ലല്ലോ എന്നാണ്. ദുന്യാവിൻ്റെ വിഷയം വരുമ്പോൾ നമ്മൾ നോക്കുന്ന മുകളിലത്തെ സ്ഥിതിയിലുള്ള അത് പാടില്ല. അത് നിന്റെ അവസാനമാണ്, ആഖിബത്ത് മോശമായി തീരും. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, കുറഞ്ഞ കാലഘട്ട ജീവിതം നമുക്കുള്ളൂ. 60-70 വയസ്സുള്ള കാലഘട്ട ജീവിതം. അതിൽ തന്നെ പകുതി കഴിഞ്ഞവർ ഈ സദസ്സിലുണ്ട്, മുക്കാലും കഴിഞ്ഞ് തീർന്നെത്തവരാളുകൾ 60-70 ഒക്കെ എത്തിയവരുണ്ട്. എല്ലാ താടിരോമവും നരച്ചു, തലയിലെ രോമകൂപങ്ങളും നരച്ചു. ഇനി നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അവസാനത്തെ പ്രവാചകരും വന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറയും, തൗബ ചെയ്യൽ. ഇനി ഒരു ഹറാം നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കൽ, ഒരു കറാഹത്ത് പോലും വരാതെ ശ്രദ്ധിക്കൽ, എല്ലാ ഫർളുകളെയും ഗൗനിക്കൽ. കുറഞ്ഞ കാലഘട്ട ജീവിതം, അള്ളാഹു എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകൾ നീ പുറത്തു തരണേ എന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് കരഞ്ഞ് ദുആയിരക്കൽ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഈ മഹല്ലിൻ്റെ ഐക്യം അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഏവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആദമ സന്തതികൾ ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്നതായ ഘട്ടമാകുമ്പോ അവസാന സമയത്തേക്ക് എത്തി നിൽക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, പ്രായമേറെയുള്ള ഉപ്പമാരില്ലേ, ഉമ്മമാരില്ലേ, മരണത്തോടടുത്ത് നിൽക്കുന്നതായ ആളുകളില്ലേ, സഹോദരങ്ങളില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസല്ലാഹു ഇലൈഹി
ഖംസതൻ മിനൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ അവന്റെ സവിധത്തിലേക്ക് പറഞ്ഞേക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഫയഅതീഹി മലക്കുൽ അവ്വൽ വറൂഹുഹു ഫിൽ ഹുൽഖൂം. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ഒന്നാമത്തെ മലക്ക്, 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് അവന്റെ കാതിന്റെ ചാരത്തേക്ക് അടുത്ത് നിൽക്കുമത്രേ. ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക്, ആ ഉമ്മയുടെ ചാരത്തേക്ക് ഇതാ ഒന്നാമത്തെ മലക്ക് നീങ്ങി നിൽക്കുകയാണ്. വറൂഹുഹു ഫിൽ ഹുൽഖൂം. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുന്ന സമയമാണിതെന്ന് നബിയോനാ റസൂലുള്ളാഹി. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى. പരിശുദ്ധമായ ഖുർആൻ മരണത്തിൻ്റെ മുഖത്തെക്കുറിച്ച് ലോകരെ പരിചയപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മരിക്കാൻ കിടക്കുന്നവരുടെ ചിലരുടെ മുഖം അതാ വല്ലാതെ വിവരണമാകുകയാണ്. മരണത്തെ നേരിട്ട് കാണുകയാണ്. ഈ ദുന്യാവിൽ കളിച്ചും രസിച്ചും രമിച്ചും നടന്നവനല്ലേ, നമസ്കാരമില്ലാതെ കഴിഞ്ഞു കൂടിയവനല്ലേ, ഖുർആൻ ഓതാതെ കഴിഞ്ഞവളല്ലേ, അള്ളാഹുവിൻ്റെ ബാങ്കുകളെ തൃണവൽഗണിച്ച് പള്ളിയിൽ നമസ്കാരത്തിന് ശ്രദ്ധ കൊടുക്കാതെ ജുമഅയോ ജമാഅത്തിനോ ഗൗനിക്കാതെ ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലേ. ഇതാ മരണത്തിൻ്റെ മുഖം അവൻ്റെ മുന്നിൽ പിടികൂടുമ്പോ, അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോ, അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ കരാള ഹസ്തങ്ങളിൽ ഇതാ പിടിമുറുക്കുന്നതാകുന്ന ഘട്ടത്തിൽ ആ സമയത്ത് അവൻ വേദനിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്. അവൻ വിളിച്ചു ചോദിക്കുകയാണ്, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തി നിൽക്കുന്ന സമയത്ത് അവൻ വിളിച്ചു ചോദിക്കുന്നു, ആരാണ് തനിക്ക് മന്ത്രിച്ചൂതാനുള്ളത്? ഈ വലിയ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരാണ്? അവന് മനസ്സിലായി, ഇതാ ഈ ദുന്യാവിൽ നിന്ന് വിട പറയാൻ അടുത്തിരിക്കുകയാണ്, എന്നേക്കുമുള്ള യാത്രയാണ്. എത്രയോ പ്രാവശ്യം നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയവനാണ്. തിരിച്ച് വീട്ടിൽ വരുമെന്നുള്ള ഉറപ്പ് അവൻ്റെ ഹൃദയത്തിലുണ്ട്, മനസ്സിലുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ആ മക്കളെ ചുംബിച്ചുകൊണ്ട് ഭാര്യയോട് യാത്ര പറഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് മക്കളുടെ കരച്ചിൽ ഭയന്നിട്ട് പ്രവാസ ലോകത്തേക്ക് പോകുന്നതായ ഭർത്താക്കന്മാരില്ലേ? ആ യാത്രയിലെല്ലാം നിന്റെ മനസ്സിൽ നാടിൻ്റെ പച്ചപ്പാണ്, ഹരിതമാണ്. നാട്ടിലേക്ക് വരുമെന്നുള്ള കരുതലാണ്. ലോകത്തിൻ്റെ പല കോണിലേക്കും യാത്ര ചെയ്തവനാണ്. തിരിച്ചു വരുമെന്നുള്ള കരുതൽ അവൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഇതാ മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്നവന് മനസ്സിലായി, ഇനി ഒരു തിരിച്ചു വരവില്ല. വظن أنه الفراق والتفت الساق بالساق
ഇടതുകാലിന്റെ കണങ്കാലിലേക്ക് വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് ഉരസുകയാണ്. വേദനയുടെയാണ്, പ്രയാസമാണ്. മരണത്തിന്റെ വേദന അനുഭവിക്കുകയാണ് മനുഷ്യന്. അല്ലാ, ഇന്നവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വേദനകളല്ല മരണത്തിന്റെ വേദനയെന്ന് തിരിച്ചറിയണേ. അല്ലാഹുവിന്റെ റസൂൽ പോലും ആയിഷ ബീവിയുടെ ചാരത്ത് വെച്ചുകൊണ്ട് റസൂലുള്ള പോലും പറഞ്ഞില്ലയോ, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് ആയിഷ. സക്കറാത്തുൽ മൗത്തിനെ കുറിച്ച് അവലാതിപ്പെടുന്നു നബിയുനാ റസൂലുള്ളാഹി. എണ്ണയിൽ നിന്ന് വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ വളരെ ലാഘവത്തോടുകൂടിയാണ് റസൂലുള്ളാഹി അടക്കമുള്ള അമ്പിയാക്കൾ റൂഹ് പിടിച്ചത് എന്ന് ഇമാമിങ്ങൾ പറയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് കൈയിട്ടുകൊണ്ട് അതിൻ്റെ വെള്ളം കൊണ്ട് എൻ്റെ മുഖമൊന്ന് തടവി തരൂ ആയിഷ എന്നും നബിയുനാ റസൂലുള്ളാഹി. മരണത്തിൻ്റെ മുഖത്ത് പോലും വിയർത്ത പ്രവാചകരല്ലേ, ഹദീസുകളിൽ സുവ്യക്തമല്ലേ മനുഷ്യ മാനവ, നീ എന്തിനാണ് കളിക്കുന്നത്, നീ എന്തിനാണ് ചിരിക്കുന്നത്? നിന്നെ ഈ ദുന്യാവിലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് കഴിയുകയാണോ? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കാലുകളിട്ടുകൊണ്ട് പരസ്പരം ഉരസുകയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്നവന്റെ മടക്കം റബ്ബിലേക്കാണ്. റൂഹിദാ കൊണ്ടുപോകാൻ അസ്രായിലും കൂട്ടാളികളും വന്നിരിക്കുന്നു. റൂഹിദാ വേർപിരിച്ചു കൊണ്ടുവരുകയാണ്. മനുഷ്യ നിന്റെ കാലിൻ്റെ തള്ളവരലിൽ നിന്നാണ് റൂഹിനെ വേർപെടുത്താൻ തുണിയുക. മലക്കുകൾ വന്നുകൊണ്ട് അസ്രായിൽ അലൈഹിസ്സലാമിന്റെ അകമ്പടിയോടുകൂടി കടന്നു വന്നുകൊണ്ട് നിന്റെ വലത് കാലിലെ തള്ളവരിൽ നിന്ന് റൂഹിനെ വേർപെടുത്തുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് ഊരിക്കൊണ്ടുപോയാണ്. اللهم إنك تأخذ الروح من بين العصب والقصب والأنامل. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്താൻ വേണ്ടി നിലകൊള്ളുന്ന സമയം വേദന കൊണ്ട് പൊളയുന്ന പ്രവാചകൻ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നീ അസ്രായീൽ അലൈഹിസ്സലാം മുഖേന റൂഹിനെ പിടിക്കുന്നത് ശരീരത്തിലെ അസ്ഥിപഞ്ജരങ്ങളിലൂടെയാണല്ലോ. അല്ലാഹ് ഇന്നക തൗഖുദുർ റൂഹ മിൻ ബൈനൽ അസബി വൽ ഖസബി വൽ അനാമിൽ, ശരീരത്തിൽ ചോര ഊട്ടപ്പെട്ടിട്ടുള്ളതാകുന്ന ഏതെല്ലാം തലങ്ങളുണ്ടോ ആ തലങ്ങളിലൂടെ ഇതാ റൂഹിനെ വേർപെടുത്തുകയാണ്. ഫൈനി അലാ സകറാത്തിൽ മൗത്ത്, ഈ പാവപ്പെട്ട മുഹമ്മദിന് മരണത്തിൻ്റെ വേദനയെ തൊട്ട് നീ സഹായിക്കണേ അല്ലാ, നീ ഒന്ന് കുറച്ച് നൽകണേ അല്ലാ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിന്തിക്കാൻ കഴിയുമോ സഹോദരി, ചിന്തിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? മരണം നമ്മളെ മാടി വിളിക്കുകയില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കൊണ്ടുപോയി കീഴ്പയ്യൂർ ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെക്കില്ലേ? മണ്ണിട്ട് മൂടില്ലേ? തൽഖീർ ഓതുകയില്ലേ? ഖബറിന്റെ ചാരത്തിരുന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്ന കുടുംബങ്ങളില്ലേ? വീട്ടിൽ വേദനിക്കുന്ന ഭാര്യയില്ലേ? മക്കളില്ലേ? എന്തേ മരണത്തെ പറ്റി ചിന്തിക്കാതെ അലസനായി ഈ ദുനിയാവിൽ നീ കഴിയുന്നത്? മരണത്തെപ്പറ്റി എന്തേ നിനക്ക് ചിന്തയില്ലാതെ പോയത്? അടുത്ത സെക്കൻഡിൽ നീ മരിക്കുമെന്ന് എന്തേ നീ കണക്ക് കൂട്ടാത്തത്?
ഈ ദുന്യാവിൻ്റെ അതിപ്രസരത്തിൽ നീ മറന്ന് ജീവിക്കുകയാണ്. എല്ലാ സുഖലോലുപതയും അള്ളാഹു നിനക്ക് വെച്ച് നീട്ടി. നീ അള്ളാഹയെ മറന്ന് ജീവിക്കുകയാണ്. മരണം നീ കാണുമ്പോഴും പറയുന്നു അത് അവനുള്ളതാണ്, എനിക്കുള്ളതല്ല, അയാൾക്കുള്ളതാണ്, അവർക്കുള്ളതാണ്. പലരെയും കബറടക്കുന്നത് കണ്ടു, മയ്യത്ത് കുളിപ്പിക്കുന്നത് കണ്ടു, കഫൻ ചെയ്യുന്നത് കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോഴൊക്കെ നമ്മൾ പറയും അവരും മരിച്ചു. യാ അല്ലാഹ്, നമുക്ക് കുറേ കാലം ജീവിക്കാറാകത്തു. മരണപ്പെട്ടു പോയ മയ്യത്തിൻ്റെ അടുക്കൽ നിന്ന് പോലും സെൽഫി എടുക്കുന്ന യുഗത്തിലേക്ക് യുമത്തെത്തിയില്ലേ? പറഞ്ഞ ചിന്തയില്ല, നമ്മളിത് പോസ്റ്റ് ചെയ്തിട്ട് ഇനിയും കുറേ നാൾ ജീവിക്കും. അതാണ് നമ്മുടെ മനസ്സിലൊരിപ്പ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ സമയത്ത് 5 മലക്കുകളെ നിന്റെ ചാരത്തേക്ക് പറഞ്ഞു വിടുമേ. ഫയഅതീഹി മലക്കുൽ അവ്വൽ, ഒന്നാമത്തെ മലക്ക് നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കും വറൂഹുഹു ഫിൽ ഹുൽഖൂം. റൂഹ് അപ്പോൾ തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, കാലിൻ്റെ തള്ളവരിൽ നിന്ന് റൂഹ് ഇങ്ങനെ പിടിച്ച് മുട്ടിലൂടെ തുടയിലൂടെ നമ്മുടെ വയറിലൂടെ ഇങ്ങനെ ആമാശയത്തിലൂടെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്തായിരിക്കും ആ ഘട്ടം? ആലോചിച്ച് നോക്കുന്നത്. അപ്പോഴാണ് മലക്ക് നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ളതാകുന്ന മറുപടി കണ്ടെത്തലാണ് ഈ ദുന്യാവ്. അള്ളാഹു മനസ്സിലാക്കുന്ന തൗഫീഖ് തരട്ടെ. എന്താ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം? യബ്ന ആദം അയ്ന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ ഊം. യബ്ന ആദം അയ്ന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ഊം. യബ്ന ആദം അയ്ന അഹ്ലുക വഖറാബതുക വമാ ഔഹശക മിൻഹുമുൽ ഊം. 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് 3 ചോദ്യങ്ങൾ നടത്തുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ആ 3 ചോദ്യവും അതിൻ്റെ ഉത്തരവും കണ്ടെത്താൻ പോവാണ് ഈ ദുന്യാവ്. ഒന്നാമത്തെ ചോദ്യം, യബ്ന ആദം അയ്ന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ യൗം. ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ? നിന്റെ ശരീരത്തിന് എന്താണ് സംഭവിച്ചത്? വമാ അളഅഫഹുൽ ഊം. നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതായ വസ്തുവെന്താണ്? എന്ത് പറ്റി ഹാജിയാർക്ക്? ഹാജിയാരെ നല്ല ബോഡി ഷേപ്പുള്ളതാകുന്ന വ്യക്തിയായിരുന്നല്ലോ. രാവിലെ സുബഹിക്ക് ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് സുബഹിയുടെ നമസ്കാരം പോലും ഗൗനിക്കാതെ റോഡുകളിലൂടെ കിലോമീറ്ററുകളോളം നടന്നു നീക്കി ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകളെ പരിപൂർണമായി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് റോഡുകളിലൂടെ നടന്നു നീങ്ങിയതാകുന്ന സഹോദരിയായിരുന്നല്ലോ. കിലോമീറ്ററോളം നടന്നവളല്ലേ. നേരം വെളുക്കുമ്പോൾ രാവിലെ ജിംനേസിയത്തിലേക്ക് പോയി മണിക്കൂറുകൾ പോയി കളിച്ചുകൊണ്ട് സിസ്ബായ്ക്ക് വരുത്താൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി ബോഡി ലാംഗ്വേജ് മാറ്റി തിരിച്ചവനല്ലേ. എന്തുപറ്റി? ഒമാ അളഅഫഹുൽ ഊം. നിന്റെ ശരീരത്തിൽ നിന്ന് അനക്കാൻ പറ്റാത്തതെന്ന്. മരിക്കാൻ കിടക്കല്ലേ, അനങ്ങുന്നില്ല, കൈയും കാലും ചലിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം കണങ്കാല് മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കാൻ, അനങ്ങാൻ പറ്റുന്നില്ല. ഈ മനുഷ്യനോടാണ് മലക്കിന്റെ ചോദ്യം, വമാ അളഅഫഹുൽ ഊം. നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? എന്ത് പറ്റി നിനക്ക്? നീ ആളുകളെ അടിച്ചിട്ടവനായിരുന്നല്ലോ,
10 പേര് ഒരുമിച്ച് വന്നാലും എല്ലാവരെയും പരിപൂർണമായി തോൽപ്പിക്കാൻ ഉതകുന്ന രീതിക്കുള്ള ശാരീരികമാകുന്ന ക്ഷമത അതികായകനായി നിലകൊണ്ട നീ എന്തുകൊണ്ട് നിനക്കതിനെ കഴിയുന്നില്ല? ഇപ്പോ എന്തു പറ്റി? നിന്റെ കൈ എന്താ ചലിപ്പിക്കാൻ പറ്റാത്തത്? ഡോക്ടർ വന്നിട്ട് പറയുന്നു ഒന്ന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞേ, പറ്റുന്നില്ല. എന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ, നേഴ്സ് വന്ന് പറയുന്നു പറ്റുന്നില്ല, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ്. കൈയൊന്ന് ഉയർത്തി നിൽക്കേ, കൈയൊന്ന് ഉയർക്കാൻ പറ്റുന്നില്ല, ഒരു ഭാഗവും പറ്റുന്നില്ല, എല്ലാം തളർന്നു. ഏതാ ഈ മനുഷ്യൻ? നല്ല ആരോഗ്യമുള്ള സഹോദരനായിരുന്നു. ഈ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നീ ചെയ്തിട്ടുള്ള നന്മകൾ എന്തൊക്കെ ഒന്ന് ചിന്തിക്ക്. എത്ര നന്മ ചെയ്തു നമ്മൾ? വയസ്സെത്രയായി? വെറുതെ ഇങ്ങനെ കുതിര കളിച്ച് ഇങ്ങനെ പോകുന്നതല്ലാതെ കാലം എത്രയായി ലോകത്തേക്ക് വന്നിട്ട്? ഇത് വെറുതെ പടച്ചതാണോ ഈ ദുനിയാവിൽ? നമ്മളെ ആരെയും അല്ലാഹു വെറുതെ പടച്ചതല്ല. അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഈ ദുനിയാവിലേക്ക് വെറുതെ പടച്ചതാണെന്ന് മനുഷ്യ മാനവ നിങ്ങൾ കരുതുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കാൻ, വെറുതെ പടച്ചതാണോ ഈ ദുനിയാവിൽ? എന്തിനാ നിങ്ങൾ കൊണ്ടുവന്നത്? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? എന്തിനാ ഈ ദുനിയാവെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കാൻ. വെറുതെ പടച്ചതല്ല. അള്ളാഹു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് നിങ്ങളെ പടച്ചതിൽ. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്ന് മറന്നു ഇന്നത്തെ ഉമ്മത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലക്ഷ്യം മറന്ന മനുഷ്യനായി നമ്മൾ മാറി. അള്ളാഹു നമ്മൾ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്നതും നമുക്ക് മരണം തരുന്നതും ഒക്കെ ഒരു പരീക്ഷനാണ്. അള്ളാഹുവിന് ഏറ്റവും ഇബാദത്ത് എടുക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള പരീക്ഷണം. അതല്ലേ സൂറത്തുൽ മുൽക്ക് ആദ്യ ആയത്തുകൾ അതല്ലേ പറയുന്നത്? ഇതെല്ലാ ദിവസവും ഇശാ മഗ്‌രിബിനിൽ ഓതാൻ ഈ ഉമ്മത്തിനോട് പറയുന്നുമുണ്ട്. എത്ര പേര് ഓതുന്നുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുൽക്ക് അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയും എല്ലാ നിശയിലും രാത്രിയിലും പാരായണം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയും ചെയ്തതായ സൂക്തമല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വസൂറത്തുൽ മുൽക്ക്. എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഓതാതെ അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുമേ ഇല്ല. റസൂലുള്ളാഹ് ഉറങ്ങുമേ ഇല്ല. എല്ലാ രാത്രിയിലും ഈ രണ്ട് സൂറത്ത് ഓതും. ഒന്ന് സൂറത്തു സജദ, മറ്റൊന്ന് സൂറത്തുൽ മുൽക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കാണാതെ പഠിക്കുന്ന രണ്ട് സൂറത്തുകളാണ്. അങ്ങനെ കാണാതെ പഠിച്ചിട്ട് നിസ്കാരത്തിൽ ഓതുന്ന ഒരുപാട് സാലിഹീങ്ങളെ എനിക്കറിയാം. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ അവ്വാബി നമസ്കരിക്കുമ്പോൾ ഈ രണ്ട് സൂറത്തുകൾ ഓതി നിസ്കരിച്ച് ആ രാത്രിയിലെ ഓത്ത് ആ നിസ്കാരത്തിലങ്ങ് ആക്കി തീർക്കും. അത് വലിയ ഖൈറാണല്ലോ. കാരണം തിലാവത്തിൻ്റെ സുജൂദ് ഉൾപ്പെടെയുണ്ട് സൂറത്തു സജദയിൽ. ആ സുജൂദ് ചെയ്തതിനു ശേഷം വീണ്ടും ബാക്കി സൂറത്ത് ഓതി പൂർത്തീകരിച്ച് ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കി രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുൽക്ക് ഓതി നമസ്കരിക്കുന്ന ഒരുപാട് സാലിഹീങ്ങൾ നമ്മുടെ ഈ ഉമ്മത്തിലുണ്ട്. നമ്മൾ നിസ്കാരത്തിൽ പോയിട്ട് അല്ലാതെ പോലും ഓതുന്നില്ല. എന്താണ് നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.